ശ്രീ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ്. 1917 നവംബർ മാസം 19-ാം തീയതി അലഹബാദിലാണ് ഇന്ദിരാഗാന്ധി ജനിച്ചത്. നമുക്കറിയാം, പ്രശസ്തമായ ആനന്ദഭവനത്തിൽ ജനിച്ച ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമലാ നെഹ്റുവിൻ്റെയും മകളായി ജനിച്ച ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യ അവസാനം നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം, സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ, കഷ്ടപ്പാടുകളും ദുരിതത്തിൻ്റെയും തീച്ചുളയിലൂടെ കടന്നു വന്ന് സ്ഫുടം ചെയ്തെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ. ആ ശിശുവായിരിക്കുമ്പോൾ ശൈശവം മുതൽ നിത്യരോഗിയായിരുന്ന മാതാവ് ബാല്യകാലത്തും മാതാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇന്ത്യക്കകത്തും വെളിയിലും സഞ്ചരിക്കേണ്ടി വന്നു ഇന്ദിരാഗാന്ധിക്ക്. നമുക്കറിയാം, പിതാവായ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങി എടുത്തിയാടി. ഓരോ സമരങ്ങൾ കഴിയുമ്പോഴും ബ്രിട്ടീഷ് സർക്കാർ ജവഹർലാൽ നെഹ്റുവിനെ ജയിലിലടയ്ക്കും. അദ്ദേഹം സ്വാതന്ത്ര്യത്തിനുള്ള സമരത്തിലും ജയിൽവാസത്തിലുമായിരുന്നപ്പോൾ നിത്യരോഗിയായ അമ്മയെ ചികിത്സിക്കാൻ വേണ്ടി തൻ്റെ ബാല്യം ഹോമിച്ച മഹതിയാണ് ഇന്ദിരാഗാന്ധി. പിന്നീട് നമ്മൾ കാണുന്നത് 1942 മാർച്ച് മാസം 26-ാം തീയതി അവരെ വിവാഹം കഴിച്ചു. വിവാഹിതയായി കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1942 മാർച്ച് മാസം 26-ാം തീയതി വിവാഹിതയായ ഇന്ദിരാഗാന്ധി 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പേരിൽ ഭർത്താവും ഇന്ദിരാഗാന്ധിയും ജയിലിലടയ്ക്കപ്പെട്ടു. സെപ്റ്റംബർ മാസം 10-ാം തീയതി ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധി ജയിലിലായി. ഹണിമൂൺ കാലഘട്ടത്തിൽ ജയിൽ ജീവിതം 10 മാസക്കാലം ജയിലിൽ കിടന്ന പാരമ്പര്യമാണ് ഇന്ദിരാഗാന്ധിക്കുള്ളത്. 1960-ൽ 18 വർഷം വിവാഹ ജീവിതം പിന്നിട്ടപ്പോൾ ഭർത്താവ് മരിച്ചു. 43-ാം വയസ്സിൽ അവർ വിധവയായി. തുടർന്ന് അങ്ങോട്ട് അവരുടെ ജീവിതം അവസാനിക്കും. നമുക്കറിയാം, 1980-ൽ മകൻ സഞ്ജയ് മരണപ്പെട്ടു. 1984-ൽ ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടു. എൻ്റെ അവസാനത്തുള്ള രക്തം പോലും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി താൻ ചിന്തും എന്ന് ഒറീസയിൽ വെച്ച് പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി പിറ്റേ ദിവസം സ്വന്തം അംഗരക്ഷകരാൽ വെടിയേറ്റ് ഭാരതത്തിൻ്റെ വിരിമാറിൽ പിടഞ്ഞു വീണ് മരിച്ചു. ഇന്ദിരാഗാന്ധിയെ താടയെന്നും ഭദ്രകാളിയെന്നും ഒക്കെ മുദ്രാവാക്യം വിളിച്ച ഓർമ്മ ഉഷ ടീച്ചർക്കൊക്കെ ഉണ്ടാവും. ഈ നാട്ടിൽ ഒരുപാട് പേര് വിളിച്ചെടുത്തുണ്ട്. പക്ഷേ ഇന്ദിരാഗാന്ധി എന്ന വ്യക്തിയെ, ആ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ ഈ പറഞ്ഞോളം പീഡനങ്ങളും സഹനങ്ങളും സഹിച്ച ഒരാളാണ്. 1977-ൽ തെരഞ്ഞെടുപ്പിൽ തോറ്റ് പ്രധാനമന്ത്രിയുടെ വീട് ഒഴിഞ്ഞു പോയപ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു വീടുണ്ടായില്ല. ഒരു കുടിലാണ്, നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് ഭവനം പോലെ 100, 400, 500 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലേക്ക്, വാടക വീട്ടിലേക്ക് താമസം മാറി. ഇന്ദിരാഗാന്ധിയുടെ ചരിത്രകാരന്മാർ പറയുന്നത് ഇന്ദിരാഗാന്ധി താമസിച്ചത് വീട്ടിൽ ഡ്രസ്സ് മാറുന്നതും ഭക്ഷണം കഴിക്കുന്നതും അതിഥികളെ സ്വീകരിക്കുന്നതും ഒറ്റ മുറിയിൽ തന്നെയായിരുന്നതാണ്. അത്ര കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമായിരുന്നു ഇന്ദിരാഗാന്ധി അനുഭവിച്ചത്. പക്ഷെ ഒന്നുണ്ട്, ഇന്ദിരാഗാന്ധിക്ക് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മോട്ടിലാൽ നെഹ്റുവും സരോജിനി നായിഡു തുടങ്ങിയ ദേശീയ നേതാക്കന്മാരുമായിട്ടുള്ള സമ്പർക്കം മൂലം വലിയൊരു ദേശീയ വികാരം ഇന്ദിരാഗാന്ധിയിലുണ്ടായി. ഇന്ദിരാഗാന്ധിക്കെതിരായി കോൺഗ്രസിനകത്ത് വലിയ പട തന്നെ ഉണ്ടായി. നമുക്കറിയാം, 23-ാം വയസ്സിൽ കോൺഗ്രസിൻ്റെ അംഗത്വമെടുത്ത ഇന്ദിരാഗാന്ധി. 1955-ൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ ഇന്ദിരാഗാന്ധി. 1958-ൽ AICC പ്രസിഡന്റായ ഇന്ദിരാഗാന്ധി. 1966-ൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയ ഇന്ദിരാഗാന്ധി. ഇങ്ങനെ ഏറെ സൗഭാഗ്യങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ പോലും ഇന്ദിരാഗാന്ധിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സമ്പന്ന വർഗത്തിലൊരു പട, മൊറാർജി ദേശായിയും നിജലിംഗപ്പായും കാമരാജൊക്കെ നേതൃത്വം നൽകുന്ന വലതുപക്ഷ തീവ്രവാദികൾ ഇന്ദിരാഗാന്ധിയുടെ സോഷ്യലിസ്റ്റ് നയങ്ങൾക്കെതിരായി വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധി പാർട്ടിക്കകത്തുള്ള സമരത്തെയും പാർട്ടിക്ക് വെളിയിൽ ജനസംഘം ഉൾപ്പെടുന്ന, സ്വതന്ത്ര പാർട്ടി ഉൾപ്പെടുന്ന ശത്രുക്കളെയും ഒരുപോലെ നേരിട്ടുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. 1977
ഇന്ദിരാഗാന്ധി അധികാരത്തിൽ പുറത്തായപ്പോൾ AB വാജ്പേയി പറഞ്ഞു ഇന്ദിരാഗാന്ധിയെ ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിൽ കുഴിച്ചു മൂടുമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഇന്ദിരാഗാന്ധി 1980 വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. നമുക്കറിയാം, ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ ഐക്യത്തിന് അഖണ്ഡതയ്ക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ആ വലിയ മഹതിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിന് അഖണ്ഡതയ്ക്ക് വേണ്ടി എക്കാലവും പോരാടുമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കാനുള്ള അവസരമായി വിനിയോഗിക്കണം എന്ന